നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇസ്രയേലിലും ധാരാളം മലയാളികളുണ്ട്. പലരും മിക്കവരും കെയർ ഗിവേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരാണ്. അതോടൊപ്പം തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറാനിൽ സന്ദർശിക്കുന്ന മലയാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ രണ്ട് സ്ഥലങ്ങളിലും, ഇസ്രായേലിലാണെങ്കിലും ടെലവീവിലും ജെറുസലേമിലും ഒക്കെ ആണെങ്കിലും വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. അതിൽ ഇസ്രായേലിലുള്ള മലയാളികളുമായിട്ടും ലോക കേരളസഭാ അംഗങ്ങളുമായിട്ടും സംസാരിച്ചിരുന്നു രാവിലെ. അവരെല്ലാവരും ഇപ്പോൾ സുരക്ഷിതരാണ്. എന്നാലും ടെൻസ്ഡാണ്, പക്ഷെ സുരക്ഷിതരാണ്. രാത്രികളിൽ, കഴിഞ്ഞ ദിവസവും രാത്രിയിൽ മിസൈൽ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും അവർക്ക് അവിടെ ഒരു കൃത്യമായ ഒരു എമർജൻസി പ്രോട്ടോക്കോൾ ഉള്ളത് കൊണ്ട് അപ്പാർട്ട്മെൻറ്റ്സുകളോട് ചേർന്ന് ഷെൽട്ടേഴ്സ്, ബോംബ് ഷെൽട്ടേഴ്സ് ഉള്ളത് കൊണ്ട് അവരതിനകത്തൊക്കെ അവിടെയൊക്കെ സുരക്ഷിതരായിരിക്കുന്നു എന്നാണ് അറിഞ്ഞത്. ഇറാനിൽ സ്ഥിതി, നേരത്തെ ഒരു ഗ്രൂപ്പ് മലയാളികൾ നോർക്കയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവരുമായിട്ട് ഇന്നലെ അവരോട് ഞങ്ങൾക്ക് കോണ്ടാക്റ്റിലായിരുന്നു. വളരെയധികം ശ്രമിച്ചിരുന്നു അവരെ കോണ്ടാക്ട് ചെയ്യാൻ. അപ്പോൾ ഇന്ന് വീണ്ടും അവരുടെ കോണ്ടാക്റ്റ് കിട്ടിയിരുന്നു. അപ്പോൾ അവരറിയിച്ചത് ടെഹ്റാൻ സുരക്ഷിതമല്ലാത്തതിനാൽ അവർ ടെഹ്റാനിൽ നിന്ന് സോമോട്ടോ അവരവിടുന്ന് മൂവ് ചെയ്യായിരുന്നു. അവിടെയുള്ള ഇറാനിയൻ ഫാമിലികൾ അവരെ സപ്പോർട്ട് ചെയ്തു. അതനുസരിച്ചിട്ട് അവർ ഏകദേശം ടെഹ്റാനിൽ നിന്ന് 10 മണിക്കൂർ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ്. ടെഹ്റാനിൽ വലിയ രീതിയിലുള്ള ബോംബാർഡ്മെൻറ്റ്സ് നടക്കുന്നത് കൊണ്ട് ടെഹ്റാൻ ഒട്ടും സേഫ് അല്ലാത്തതിനാൽ ആണ് ടെഹ്റാനിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. അവർ രക്ഷപ്പെട്ടു എന്നാണ് എന്നെ അറിയിച്ചത്. അങ്ങനെ വളരെ കുറച്ചുകൂടി ദൂരെയുള്ള 10 മണിക്കൂർ ടെഹ്റാൻ ദൂരെയുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം എങ്ങോട്ട് മൂവ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ അവരെ ഞങ്ങൾ ചോദിച്ചു. ആ കാര്യം ഞാൻ എംബസിയുമായിട്ടും വിദേശകാര്യ വകുപ്പിനെ അറിയിച്ചത് സംബന്ധിച്ചുള്ള മെയിലും ഇപ്പം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ എങ്ങോട്ട് സേഫ് റൂട്ട് ഏതാണ് എന്ന് അവരുദ്ദേശിക്കുന്നത് അവിടുന്ന് 4 മണിക്കൂർ ദൂരെയാണ് ബന്ദർ അബ്ബാസ് എന്ന് പറയുന്ന പേർഷ്യൻ ഗൾഫിലെ ഇറാനിയൻ പോർട്ട്. അവിടെ നിന്ന് GCCയിലേക്ക് യാത്ര ചെയ്യാമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ലാൻഡ് റൂട്ട് വഴി അർമേനിയയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലാൻഡ് റൂട്ടിലൂടെ ഒരു ഇവാക്യുവേഷൻ കേന്ദ്ര ഗവൺമെൻറ്റും വിദേശകാര്യ വകുപ്പും അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ എറാവൻ, അർമേനിയയുടെ ക്യാപിറ്റൽ എറാവനിലേക്ക് റോഡ് മാർഗം പോകാനുള്ള ഒരു ഓപ്പണിംഗ്, അതായത് ലാൻഡ് റൂട്ട് ലൂടെ പോകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളായിട്ടില്ല. ഞങ്ങൾ അവരോട് ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് SD എന്ന് പറയുന്ന സ്ഥലത്ത് തുടരാനാണ് അവരോട് ആവശ്യപ്പെട്ടത്. അപ്പം ഇതാണ് എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ. മറ്റ് ഇറാനിൽ നിന്ന് നമുക്കധികം വിവരങ്ങളൊന്നും കിട്ടുന്നില്ല. ഞങ്ങളുടെ കണക്കനുസരിച്ചിട്ട് വളരെ കുറച്ച് പേര് മാത്രമേ ഇറാനിൽ ജോലി ചെയ്യുന്നുള്ളൂ. നോർക്കയുടെ തന്നെ ഡേറ്റാ ബേസിൽ 10-ൽ താഴെയുള്ള ആൾക്കാർ മാത്രമേ ഇറാനിൽ ജോലി ചെയ്യുന്നതായിട്ട് ഉള്ള നോർക്കയുടെ ID കാർഡ് എടുത്ത ആൾക്കാരുള്ളൂ. സ്റ്റുഡൻസ്, കേരളത്തിൽ നിന്ന് സ്റ്റുഡൻസ് അവിടെ ഉള്ളതായിട്ട് അറിവില്ല ഇതുവരെ, പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണുള്ളത്. കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ അവിടെ ഉള്ളതായിട്ടുള്ള ഞങ്ങളുടെ സ്റ്റുഡൻറ് ഡേറ്റാ ബേസിലും ഇത് സംബന്ധിച്ച് കുട്ടികളുടെയോ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങളൊന്നും നോർക്കയുടെ കോൾ സെൻ്ററിൽ ലഭിച്ചിട്ടില്ല. ഇസ്രയേലിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിൽ ചില വിദ്യാർത്ഥികൾ കാണാം, വിദ്യാർത്ഥികളുണ്ട്. പക്ഷെ അവരാരും ഒരു ഡിസ്ട്രസ് സപ്പോർട്ട്സിന് വേണ്ടിയിട്ട് ഇസ്രയേലിൽ നിന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ സുരക്ഷിതരായി തുടരുകയാണ്. അതെ, അത് 5-ൽ താഴെ ആൾക്കാരേ ഉള്ളൂ. ആ ഒരു ഗ്രൂപ്പാണ് ബന്ധപ്പെട്ടത്. അവർ ഗൾഫിൽ നിന്ന് ഈ കോൺഫ്ലിക്റ്റിന് മുമ്പ് അങ്ങോട്ട് ടെഹ്റാനിലുണ്ടായിരുന്നു. കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവരവിടെ ടെഹ്റാനിൽ ഹോട്ടലിൽ സ്റ്റാൻഡേർഡ് ആയിരുന്നു. എംബസി അവിടെ തുടരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ നിന്ന് എല്ലാവരും ലീവ് ചെയ്യാനുള്ള ഇങ്ങനെ ഒരു നിർദ്ദേശം ഇങ്ങനെ പല രാജ്യങ്ങളും ഇങ്ങനെ മാധ്യമങ്ങളിൽ കണ്ടതും, അത് മാത്രമല്ല ടെഹ്റാനിലുണ്ടായിരുന്ന അവർ പറയുന്നത് അവിടെ വളരെ ശക്തമായ രീതിയിലുള്ള ബോംബാർഡ്മെൻറ്റ് നടക്കുന്നതിനാൽ അവിടെ ഇറ്റ്സ് നോട്ട് സേഫ് ദെയർ. അതുകൊണ്ടാണ് അവർ മൂവ് ചെയ്തതെന്ന്.
ഇപ്പം വിദേശകാര്യ വകുപ്പിൻ്റെ 24 മണിക്കൂറുമുള്ള ഒരു കോൾ സെൻറ്റർ സംവിധാനം ഇപ്പം ഡൽഹിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 24/7. നോർക്കയുടെ കോൾ സെൻറ്ററും ഉണ്ട്. ഇപ്പം അതായത് 24/7 കൺട്രോൾ റൂം ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ് ബൈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഓൺഗോയിങ് ഡെവലപ്മെൻറ്റ്സ് ഓഫ് ദ ഇറാൻ ആൻഡ് ഇസ്രായേൽ. അതിപ്പം ഡൽഹിയിലുണ്ട്. ടോൾ ഫ്രീ നമ്പേഴ്സും ലഭ്യം ഉണ്ട് അതിനകത്ത്. അതോടൊപ്പം തന്നെ നോർക്കയുടെ ടോൾ ഫ്രീ നമ്പേഴ്സും 24 മണിക്കൂറും സപ്പോർട്ട് നൽകുന്നുണ്ട്. ഇറാനിൽ നിന്ന് ഒരു ഗ്രൂപ്പ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ഡയറക്റ്റ് ഇപ്പം കോൺസ്റ്റൻ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇറാനിൽ ഉണ്ടാകാം. എല്ലാവരും അത് ബിസിനസ് റിലേറ്റഡായ ആൾക്കാരാണ്.